ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ കേരളത്തിലിരുന്നു കൊണ്ട് നമ്മുടെ ഡൽഹി രാജ്യ തലസ്ഥാനത്തിൻ്റെ വായു മലിനീകരണത്തിനെ പറ്റിയുള്ള പല വാർത്തകളും കേൾക്കുന്നുണ്ട്. ഇവിടെ വായു കിട്ടുന്നില്ല, ശ്വസിക്കാൻ പറ്റുന്നില്ല, ഒരുപാട് റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്, ഓവർ ക്രൗഡഡ് ആണ്, അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ ഉള്ളത് ഡൽഹിയിലെ വളരെ ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസിലാണ്. ഇവിടെ നിന്നും ഞാൻ ഈ നഗരമധ്യത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. എന്താണ് നഗരമധ്യത്തിൻ്റെ ആ ഒരു കാഴ്ച, പിന്നെ ഈ ആളുകൾ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്നതെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാം. വല്ല മാസ്ക് വെച്ചിട്ടാണോ, എന്താണ് അവർ ചെയ്യുന്ന പ്രിപ്പറേഷൻ, ഈ മെത്തേഡ്സ് നോക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ചിക്കൻ വാങ്ങിക്കുന്നത് എങ്ങനെയാണ്, അവിടെ പോയിട്ടൊരു കോഴിയെ തൂക്കുന്നു, ആ തൂക്കത്തിനനുസരിച്ച് നമ്മൾ വില കൊടുക്കുന്നു, വാങ്ങിച്ചുകൊണ്ട് വരുന്നു എന്നല്ലേ. ഡൽഹിയിൽ എങ്ങനെയാണ് ചിക്കൻ കൊടുക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അതറിഞ്ഞില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുക, മനസ്സിലാകുന്നതായിരിക്കും. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ പുറത്ത് കാണുന്ന ഈ ഒരു മൂടൽ മഞ്ഞ് പോലത്തെ ഒരു സംഭവം കണ്ടോ? യഥാർത്ഥത്തിൽ അത് മഞ്ഞല്ല കേട്ടോ, അത് പൊല്യൂഷനാണ്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ ചെടികളുടെ ഇലയിലേക്ക് നോക്കിയാൽ നല്ല വെള്ള കളർ ഇലകൾക്ക്. അത് പൊല്യൂഷൻ്റെ ആധിക്യം കൊണ്ട് സംഭവിക്കുന്നതാണ്. അങ്ങനെ ഞാൻ ഈ ചെറിയ ഇടവഴിയിലൂടെ നടക്കുകയാണ്. അങ്ങനെ തെരുവിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇത് വളരെ ക്രൗഡഡ് ആയിട്ടുള്ളൊരു തെരുവാണ്, പക്ഷേ ഇപ്പോൾ വിജനമായിട്ട് കിടക്കുന്നു. അതിനുള്ള കാരണമുണ്ട്, ഞാൻ പറയാം. ഇത് കണ്ടോ, വീട് കണ്ടോ, ഇതെല്ലാം കൺജസ്റ്റഡ് ആയിട്ടുള്ള വീടുകളാണ്. ഇതേപോലെ തന്നെ ഇഷ്ടംപോലെ വീടുകളുണ്ട് ഇവിടെ കൺജസ്റ്റഡ് ആയിട്ട്. വളരെ സാന്ദ്രത കൂടിയൊരു പ്രദേശമാണല്ലോ ഡൽഹി. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ 10 ഉൾപ്പെടുന്നൊരു സ്ഥലമാണ് ഡൽഹി. ഈ തെരുവുകളൊക്കെ വളരെ സജീവമായിരുന്നു, പക്ഷേ ഇപ്പോൾ ആരെയും കാണാനില്ല. കാരണം എല്ലാം ഓൺലൈൻ ക്ലാസ് ഉൾപ്പെടെ ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ, ഈ പൊല്യൂഷൻ കാരണം. അതുകൊണ്ടാണ്. കണ്ടോ, ഒരു പട്ടി നമ്മുടെ ഉടുപ്പൊക്കെ ഇട്ട് തണുപ്പിനെ മാറ്റാൻ വേണ്ടി. കൊള്ളാമല്ലേ? അങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സൈക്കിൾ ഓട്ടോ കാണുന്നത്. സൈക്കിൾ ഓട്ടോ വളരെ കൗതുകമുള്ളൊരു കാഴ്ച. കൊള്ളാം. ചരൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ദേശി മോഡൽ സാധനമാണത്. അങ്ങനത്തെ ദാസൻ്റെയും വിജയൻ്റെയും പച്ചക്കറി വണ്ടി. ഓഹോ, ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ശ്രീനിവാസന് ഓർമ്മ വന്നു, അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി. ഇതാണ് ഉരുളക്കിഴങ്ങ്, പിന്നെ നമ്മുടെ നാട്ടിലല്ലാത്ത വേറെ ഒരു മോഡൽ പച്ചമുളക്, പിന്നെ നെല്ലിക്ക, അതിനുശേഷം സവാള. ഈ സവാള നിങ്ങൾ ശ്രദ്ധിച്ചു, ഇത് കിളിച്ച് ഇറങ്ങുകയാണ് തണുപ്പ് കാരണം. ഇനി ഈ സവാള നമുക്ക് മേടിച്ചുകൊണ്ട് പോയി കഴിക്കാൻ പറ്റത്തില്ല, ഇത് നമുക്ക് വേണമെങ്കിൽ കൃഷി ചെയ്യാം. ആ ഒരവസ്ഥയിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചിക്കൻ്റെ കാര്യം വേണ്ടി ചിക്കൻ മേടിക്കാനായിട്ട് ഞാനിങ്ങനെ പോവുകയാണ്. ചിക്കൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇവിടെ ഒരു കോഴിയെ നമുക്ക് വാങ്ങിക്കേണ്ട, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കിട്ടും. ഒരു 200 ഗ്രാമെങ്കിൽ 200 ഗ്രാം, 100 100 ഗ്രാം, അതിനനുസരിച്ചുള്ള പൈസ കൊടുത്താൽ മതി. അത് കൊള്ളാമല്ലേ? പിന്നെ ഈ പൊല്യൂഷൻ്റെ ആധിക്യം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇത് കണ്ടോ, ഈ ഇല നോക്കിയേ, അതിൻ്റെ ആ ഒരു പ്രതലത്തിലുള്ള വൈറ്റ് കളർ നോക്കിയേ. ഇതാണ് ഇവിടെ ഓരോരുത്തരും ശ്വസിക്കുന്നത്. സത്യത്തിൽ ഇതിങ്ങനെ ഉള്ളിലേക്ക് ചെന്നിട്ട് നമ്മുടെ ബ്ലഡുമായിട്ട് മിക്സായിട്ട് പലതരം പ്രശ്നങ്ങളാണ് നമുക്കുണ്ടാവാറുള്ളത്. അത് കണ്ടില്ലേ, എന്താ പറയണ്ടേ? അതുകൊണ്ട് ഞാനിനി കൂടുതൽ ഇങ്ങനെ നിന്ന് കറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല, നേരെ റൂമിലോട്ട് പോവുകയാണ്. പുതിയ തരം ഇനിയും ഡൽഹി ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്, ഒരുപാട് അറിവുകൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.